മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ്. റിലീസ് ചെയ്ത വെറും 4 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ വെന്നിക്കൊടി പാർക്കുകയാണ് കളങ്കാവൽ. മലയാള സിനിമയ്ക്ക് ഒരു പിടി മികച്ച സിനിമകൾ ലഭിച്ച വർഷമായിരുന്നു 2025. ഒപ്പം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പും നടത്തിയ മോളിവുഡ് 300 കോടി ക്ലബ് എന്ന അസുലഭ നേട്ടവും കൊയ്തു. മുൻ ഹിറ്റുകൾക്കൊപ്പം മമ്മൂട്ടിയുടെ കളങ്കാവൽ കൂടി ഈ വർഷം എത്തിയിട്ടുണ്ട്. റിലീസ് ചെയ്ത് വെറും 4 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ വെന്നിക്കൊടി പാറിക്കുകയാണ് കളങ്കാവൽ. ഈ സാഹചര്യത്തിൽ 2025 റിലീസ് ചെയ്ത ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമകളുടെ ലിസ്റ്റും പുറത്തുവരികയാണ്. 8 സിനിമകളുടെ ലിസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടത്. 1-ാം സ്ഥാനത്തുള്ള പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാനാണ്. 175.6 കോടിയാണ് എമ്പുരാന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ. 69.25 കോടി നേടി മോഹൻലാലിന്റെ തന്നെ തുടരുമാണ് 2-ാം സ്ഥാനത്ത്. 3-ാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. 66 കോടിയാണ് ലോകയുടെ കളക്ഷൻ. മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തെയും പ്രണവ് മോഹൻലാലിന്റെ DS ഇറയെയും കടത്തിവെട്ടി കളങ്കാവൽ 4-ാം സ്ഥാനത്താണ്. 8-ാമതുള്ളത് നസ്ലീൻ ചിത്രം ആലപ്പുഴ ജങ്കാനയാണ്. 24 കോടിയാണ് പടത്തിന്റെ കളക്ഷൻ. ആസിഫ് അലിയുടെ രേഖാചിത്രവും ലിസ്റ്റിലുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രത്തിൽ മമ്മൂട്ടി അതിക്രൂരനായ ഒരു കഥാപാത്രത്തെയാണ് കളങ്കാവലിലൂടെ അവതരിപ്പിച്ചത്. വിനായകൻ അവതരിപ്പിച്ച പോലീസ് വേഷമാണ് ചിത്രത്തിൽ നായകനായി എത്തിയതും. ഇരുവരുടെയും പ്രകടനം വലിയ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നതോടൊപ്പം തന്നെ സിനിമയിലെ മറ്റ് അഭിനേതാക്കളുടെ പെർഫോമൻസും മികച്ച അഭിപ്രായം നേടുന്നുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7-ാമത്തെ ചിത്രം കൂടിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.